ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ നമ്മൾ 2 മാർക്സ് ക്വസ്റ്റ്യൻസ് വരെ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റിന്റെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ 2 മാർക്സ് ക്വസ്റ്റ്യൻസ് വരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ നമുക്ക് നോക്കാനുള്ളത് 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ മേഖലകളിൽ നിന്ന് ചോദിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ക്വസ്റ്റ്യൻ നമ്പർ 1 നോക്കുക. The traditional handicrafts industries were ruined under the British rule. Do you agree with this view എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ give reasons in support of your answer. Okay. സോ ഇവിടെ നമുക്കറിയാം ട്രഡീഷണൽ ഹാൻഡിക്രാഫ്റ്റ്സ് ഇൻഡസ്ട്രീസ് ബ്രിട്ടീഷുകാരുടെ ടൈമിൽ എങ്ങനെയാണ് നശിച്ചു പോയെന്നുള്ള കാര്യം ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇവിടെ പറയേണ്ടത്. സോ നിങ്ങൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റുമായിട്ട് എഗ്രി ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ധൈര്യമായിട്ട് പറഞ്ഞോളൂ, എഗ്രി ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് ഗീവ് റീസൺസ് അല്ലെ, റീസൺസ് കൂടെ നൽകാനാണ് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ ഇങ്ങനെ പറയാ, യെസ്, ഇന്ത്യസ് ട്രഡീഷണൽ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് തീർച്ചയായിട്ടും ബ്രിട്ടീഷുകാരുടെ ടൈമിൽ നശിച്ചു പോയിട്ടുണ്ട്. അതിന് പല കാരണങ്ങളാണ് നമ്മൾ പറയുന്നത് അല്ലെ, പല കാരണങ്ങളായി നമ്മൾ പറയുന്നുണ്ട്. അതായത് ബ്രിട്ടീഷുകാരെ ഇന്ത്യയെ ഡീ ഇൻഡസ്ട്രിയലൈസ് ചെയ്യുന്ന കേസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഡീ ഇൻഡസ്ട്രിയലൈസ് ചെയ്യാൻ നോക്കി എന്നുള്ളത് ഇന്ത്യയെ. പിന്നെ കോട്ടൺ, സിൽക്ക് പോലത്തുള്ള റോ മെറ്റീരിയൽസ് ഒക്കെ ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്ത് ഇന്ത്യയിലേക്ക് വളരെ ചീപ്പായിട്ടുള്ള സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന ഒരു പ്രവണത ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഈ റോ മെറ്റീരിയൽസ് ഒക്കെ ഇല്ലാതെ വന്നപ്പോഴത്തേക്കും, മാർക്കറ്റുകൾ ഇല്ലാതെ വന്നപ്പോഴത്തേക്കും അത് സ്വാഭാവികമായിട്ടും ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രിയെ മോശമായിട്ട് തന്നെ ബാധിച്ചു എന്നുള്ള കാര്യം നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അതിന്റെ ബേസിസിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ അതങ്ങനെയാണ് ആ ഒരു ക്വസ്റ്റ്യനെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹൈലൈറ്റ് ദ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യസ് പ്രീ ഇൻഡിപെൻഡൻസ് ഒക്കുപേഷണൽ സ്ട്രക്ചർ. ഇപ്പൊ ഇന്ത്യയുടെ ഒക്കുപേഷണൽ സ്ട്രക്ചറിനെ കുറിച്ചിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ വ്യക്തമായിട്ട് കുറെ ക്വസ്റ്റ്യൻ 1 മാർക്കിന്റെയും 2 മാർക്സിന്റെയും ഒക്കെ ക്വസ്റ്റ്യൻസ് കണ്ടതാണ്. സോ ഇവിടെ എന്താണ് നമുക്കറിയാം, പല മേഖലകളിൽ അല്ലെ, പല ഇൻഡസ്ട്രീസിലായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ആ ഒരു ഗ്രൂപ്പിനെയാണ് അല്ലെങ്കിൽ ആ ഒരു ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ ഈ പറയുന്ന ഒക്കുപേഷണൽ സ്ട്രക്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ആരാണെന്ന് നമുക്കറിയാം അല്ലെ. എബൌട്ട് ഒരു 70 to 75% ആൾക്കാർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അഗ്രികൾച്ചർ ഫീൽഡിലാണ്. ആൻഡ് ഒരു 10% മാനുഫാക്ചറിങ്ങിലാണ്. സോ ഇവിടെ നിങ്ങൾ ഇത് 18% എന്ന് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. 1 സെക്കൻഡ്. ഇവിടെ നിങ്ങൾ ഇത് 18% എന്ന് പഠിക്കേണ്ട. തൽക്കാലം നമുക്ക് ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത് പോലെ തന്നെ പഠിച്ചോളുക. ടെക്സ്റ്റിൽ പറയുന്നത് ഒരു 15 to 20 എന്നുള്ളതാണ്. നമ്മളിവിടെ അതിന്റെ ഒരു ആവറേജ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ ആ ഒരു 15 to 20 തന്നെ പഠിച്ചോളുക കേട്ടോ. 15 to 20 ആണ് സർവീസ് സെക്ടറിൽ വരുന്നത്. അപ്പോ ഒക്കുപേഷണൽ സ്ട്രക്ചർ ഇവിടെ ആ കാര്യങ്ങൾ കൃത്യമായിട്ട്, അഗ്രികൾച്ചറിന് എത്ര ഉണ്ടായിരുന്നു, മാനുഫാക്ചറിങ് എത്ര ഉണ്ടായിരുന്നു, സർവീസ് സെക്ടറിൽ എത്ര പേരുണ്ടായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മെൻഷൻ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബ്രിട്ടീഷ് പോളിസീസ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ. നമ്മൾ പറഞ്ഞു ബ്രിട്ടീഷുകാരുടെ ടൈമില് ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയായിരുന്നു എന്നുള്ളത്. പക്ഷേ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ റെയിൽവേസും റോഡ്സും ടെലഗ്രാഫ്സും പോലത്തുള്ള സംഭവങ്ങളൊക്കെ ഈ ബ്രിട്ടീഷ് പീരീഡിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും നമുക്ക് വേണ്ടി ആയിരുന്നില്ല അല്ലെ. ഇപ്പൊ അവരുടെ കൊളോണിയൽ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടാണ് അവർ ഈ പറയുന്ന എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നമ്മൾ റോഡൊക്കെ പറഞ്ഞു, അതായത് ഇപ്പൊ എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ ഒക്കെ വരുമ്പോൾ റോഡുകളിലേക്കൊക്കെ അപ്രോച്ച് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ. അത് ആക്സസിബിലിറ്റി ഭയങ്കരമായിട്ട് കുറയുകയും നമുക്ക് ആ ഒരു റോഡിലേക്കൊക്കെ പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുകയൊക്കെ ചെയ്യും. അപ്പൊ അത് മാറ്റാൻ വേണ്ടി അവരുടെ ആർമിയൊക്കെ കൃത്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവരുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് അവര് റോഡുകൾ പണിഞ്ഞു എന്നുള്ള കാര്യം നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യയിൽ കൃത്യമായിട്ടുള്ള ഒരു നിയമം അല്ലെ, നമുക്ക് ആ ഒരു ലോ ആൻഡ് ഓർഡർ ഉണ്ടല്ലോ, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ടെലഗ്രാഫ് അല്ലെ, ഇന്ത്യയിൽ ടെലഗ്രാഫ് കൊണ്ടുവരുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇന്ത്യയിലെ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ടെലഗ്രാഫ് പോലത്തുള്ള സംഭവങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ആർമിക്ക് വേണ്ടിയിട്ടും സാധനങ്ങൾ കയറ്റിക്കൊണ്ട് പോകാനൊക്കെ വേണ്ടിയിട്ട് നമ്മളെ റെയിൽവേകൾ, നമ്മളെന്ന് ഉദ്ദേശിക്കുന്നത് ബ്രിട്ടീഷുകാര് റെയിൽവേ കൊണ്ടുവരുന്നതായിട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇപ്പം പല ഇൻഫ്രാസ്ട്രക്ചറും ബേസിക് ഇൻഫ്രാസ്ട്രക്ചറും അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഈ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും ഉണ്ടായിട്ടുള്ളത് ഇന്ത്യക്കാരുടെ നല്ലതിന് വേണ്ടിയിട്ടായിരുന്നില്ല. പകരം ഈ പറയുന്നത് പോലെ ബ്രിട്ടീഷുകാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 4. നെയിം ദ സ്റ്റേറ്റ്സ് വേർ ദ ഫോളോയിങ് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് ആർ ലൊക്കേറ്റഡ്. ഇത് നമ്മുടെ ടെക്സ്റ്റിൽ ഡയറക്ട്ലി എടുത്ത് പറയുന്നില്ല, എങ്കിൽ പോലും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണം.
അപ്പൊ ഇവിടെ ടിസ്കോ ഉണ്ട്, ടാറ്റ അയൺ സ്റ്റീൽ കമ്പനി ഉണ്ട്. ടിസ്കോ വന്നിട്ട് ജാർഖണ്ഡിലാണ് കേട്ടോ, ജാർഖണ്ഡിലാണ് ടിസ്കോ എന്ന് പറയുന്നത്. അത് മാത്രമാണ് നമ്മുടെ ടെക്സ്റ്റിൽ ആകപ്പാട് മെൻഷൻ ചെയ്തിട്ടുള്ളത്. എങ്കിലും ഈ സ്ഥലം അവിടെയും പറഞ്ഞിട്ടില്ല. ടിസ്കോ വന്ന ഡേറ്റ് എന്നായിരുന്നടേ? 1907 ആണ് അല്ലെ, മറന്നു പോവല്ലേ, ഇമ്പോർട്ടന്റ് ആണ്. 1907 ടിസ്കോ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇസ്കോ ഉണ്ട്, ഭിലായി ഉണ്ട്. ഇതൊന്നും നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നില്ല, എങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇസ്കോ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ്, വെസ്റ്റ് ബംഗാളിലാണ്. ഭിലായ് സ്റ്റീൽ പ്ലാന്റ് ഛത്തീസ്ഗഡിലാണ്. ഓക്കെ, അപ്പൊ ടിസ്കോ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇതും ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ മേജർ എക്കണോമിക് ചലഞ്ചസ് ഓഫ് ഇന്ത്യ ടുഡേ? ഇന്ത്യ ഇന്ന് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നാണ് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരിടത്തും പഠിക്കാതെ എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ ആ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മൾ ടെക്സ്റ്റിൽ നിന്ന് വായിച്ച കാര്യങ്ങളെ കണക്ട് ചെയ്തിട്ട് കുറെ കാര്യങ്ങൾ പറയാൻ പറ്റും അല്ലെ. അതായത് അഗ്രികൾച്ചറുടെ ഗ്രോത്ത് റേറ്റ് കുറവാണ്, സാധനങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് വില കൂടുകയാണ് അല്ലെ. ഇപ്പൊ നമ്മള് സാധനങ്ങൾക്കൊക്കെ ഇൻഫ്ലേഷൻ ഉണ്ടാവുകയാണ്. എന്താണ് ഈ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം അടുപ്പിച്ച് കുറെ സാധനങ്ങൾക്ക് ഇങ്ങനെ പതുക്കെ 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 വില കൂടി വരുന്ന ഒരു അവസ്ഥയുണ്ട്. ജനറൽ റൈസ് ഇൻ പ്രൈസ് ലെവൽ, അതായത് നമ്മുടെ വിലക്കയറ്റം എന്ന് പറയും. നമ്മുടെ സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ തക്കാളിയുടെ മാത്രം വില കൂടിയാൽ അതിനെ നമുക്ക് വിലക്കയറ്റം എന്ന് പറയാൻ പറ്റില്ല. തക്കാളിയുടെയും അല്ലെ കുറച്ച് വെജിറ്റബിൾസിന്റെയും കുറച്ച് അല്ലാത്ത നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളുടെയും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അവശ്യ സാധനങ്ങളുടെയും ഒക്കെ വില ഇങ്ങനെ കണ്ടിന്യൂസ്ലി കൂടി കൂടി വരികയാണെങ്കിൽ അതിനെ നമുക്ക് പണപ്പെരുപ്പം അല്ലെങ്കിൽ വിലക്കയറ്റം എന്നൊക്കെ പറയാം. ഓക്കെ, പണപ്പെരുപ്പമാണ് കറക്റ്റ് ഇൻഫ്ലേഷന്റെ മലയാളം വരുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ പണപ്പെരുപ്പം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ റാപ്പിഡ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ അല്ലെ. ഇപ്പം 2011 സെൻസസിന്റെ കണക്കൊക്കെ നമ്മൾ പറഞ്ഞു 121 കോടിയാണ്. അപ്പൊ പെട്ടെന്ന് ആ ഒരു പോപ്പുലേഷൻ ചേഞ്ച് ആവുന്നത്. പിന്നെ വളരെ പുവർ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ആണ് നമ്മുടെ ഇന്ത്യയിലെ അല്ലെ. നിങ്ങൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് ന്യൂസിലൊക്കെ കേൾക്കുന്നതായിരിക്കും ഓരോ പാലങ്ങളൊക്കെ പൊളിഞ്ഞു വീഴുന്നതും സ്കൂളുകൾ പൊളിഞ്ഞു വീഴുന്നതും കെട്ടിടങ്ങൾ പൊളിഞ്ഞു വീഴുന്നതും ഒക്കെ. അപ്പൊ അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങൾ. പിന്നെ പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തെ കൂടുതൽ വിഭവങ്ങൾ ഇല്ല എന്നുള്ളത് മറ്റൊരു പ്രശ്നമാണ്. പിന്നെ തൊഴിലില്ലായ്മയും അതുപോലെ പോവർട്ടി പോലുള്ള. ഇത് ജനറൽ ക്വസ്റ്റ്യൻ ആണ്, കൂടുതൽ എക്സ്പ്ലനേഷനിലേക്ക് ഞാൻ പോകുന്നില്ല. നിങ്ങൾക്ക് തന്നെ എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ ഇങ്ങനൊക്കെ ഒരു ജനറൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഡ്യൂറിംഗ് ബ്രിട്ടീഷ് റൂൾ ലാൻഡ് ആൻഡ് ലേബർ വെയർ ട്രാൻസ്ഫോംഡ് ഇൻ ടു കമോഡിറ്റി, ജസ്റ്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആക്ച്വലി നമ്മുടെ ടെക്സ്റ്റിൽ ഇല്ല, പക്ഷെ എങ്കിൽ പോലും നമുക്ക് ഇത് നന്നായിട്ട് എഴുതാനായിട്ട്, ഇത് എഴുതിയെടുക്കാനായിട്ട് പറ്റും. എങ്ങനെയാന്ന് വെച്ചാൽ ബ്രിട്ടീഷ് റൂളിന്റെ സമയത്ത് നമ്മുടെ ഇന്ത്യയിലെ ലാൻഡും ലേബറും എല്ലാം വെറും കമോഡിറ്റൈസ് ചെയ്തു, വെറും കമോഡിറ്റി ആയിട്ടല്ലേ, സാധനങ്ങളായിട്ട് മാത്രം നമ്മൾ കീപ്പ് ചെയ്തു. അതായത് ബ്രിട്ടീഷുകാർ അങ്ങനെയാണ് അതിനെയൊക്കെ കണ്ടത് എന്നുള്ളത് വെച്ചിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അത് ജസ്റ്റിഫൈ ചെയ്യാൻ. ഇപ്പൊ ലാൻഡിന്റെ കേസ് വരുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ഓർമ്മ വരുന്നത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുള്ള ലാൻഡ് സെറ്റിൽമെന്റ് ആയിരിക്കും അല്ലെ. അതായത് ബ്രിട്ടീഷുകാർ സെമീന്ദാരി സിസ്റ്റം ഒക്കെ കൊണ്ടുവന്ന കാര്യം നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ ഈ പറയുന്ന പാവപ്പെട്ടവരുടെ കയ്യിൽ നിന്ന് എന്താണ് അവർക്ക് ഏത് രീതിയായാലും ഇപ്പൊ അവർക്ക് ഒരു വരൾച്ചയൊക്കെ വന്ന് അവരുടെ ഭൂമിയും കൃഷിയും ഒക്കെ നശിച്ചിരിക്കുകയാണെങ്കിൽ പോലും ആ ഒരു പരിഗണന ഒന്നും കൊടുക്കാതെ അവരുടെ കയ്യിൽ നിന്ന് ടാക്സ് ഒക്കെ വാങ്ങാൻ വേണ്ടി സെമീന്ദാറുകളെയൊക്കെ ഈ ബ്രിട്ടീഷുകാർ നിയമിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ കൈത്തൊഴിലായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെട്ട കേസും ഒക്കെ നമുക്ക് വെച്ചിട്ട് ഈ ലാൻഡും ലേബറിന്റെയും ആ കാര്യങ്ങൾ നമുക്ക് പറയാം. അതായത് ബ്രിട്ടീഷുകാര് അവരുടെ ലാഭത്തിന് വേണ്ടിയിട്ട് മാത്രം ഇവരെയൊക്കെ യൂസ് ചെയ്യുന്നതായിട്ടുള്ള ഒരു കേസ് നിങ്ങൾക്ക് അവിടെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ലാൻഡ് പറയുമ്പോൾ നിങ്ങൾ ആ ഒരു സെമീന്ദാർസിന്റെ കേസാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതുപോലെ ലേബറിന്റെ കാര്യം പറയുമ്പോൾ അൺഎംപ്ലോയ്മെന്റ് ഒക്കെ വന്നു, ഒരുപാട് ആർട്ടിസൻസിനൊക്കെ ജോലി നഷ്ടപ്പെട്ടു, അങ്ങനത്തെ ഉള്ള രീതിയിൽ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രി നശിച്ച കാര്യവും അതൊക്കെ നിങ്ങൾക്ക് അവിടെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഡ്രെയിൻ ഓഫ് വെൽത്ത് അല്ലെ, ഡ്രെയിൻ ഓഫ് ഇന്ത്യൻ വെൽത്ത് എന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ പറഞ്ഞു, ദാദാഭായ് നവറോജിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നാണ് ഈ ഡ്രെയിൻ ഓഫ് വെൽത്ത് എന്ന് പറയുന്നത്. ദാദാഭായ് നവറോജിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. അപ്പൊ എന്തായിരുന്നു ഈ ഡ്രെയിൻ ഓഫ് വെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇന്ത്യയിലെ സമ്പത്ത് പല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ബ്രിട്ടീഷുകാർക്ക് അത് ചോർന്നു പോകുന്നുണ്ട് എന്നുള്ളത് പറയുന്നതാണ് ഈ ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു, അതായത് ഫോറിൻ ട്രേഡിൽ നമ്മൾ പഠിച്ച കാര്യമാണ് ഇന്ത്യയുടെ ലാർജ് ആയിട്ടുള്ള എക്സ്പോർട്ട് സർപ്ലസ് അല്ലെ. അതിന്റെ ഒരു MCQ നമ്മൾ ചെയ്തതാണ്. ലാർജ് എക്സ്പോർട്ട് സർപ്ലസ് ഇന്ത്യക്ക് ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷെ അത് നമ്മുടെ ഇന്ത്യക്കകത്ത് എന്തിനെങ്കിലും ഉപകരിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇപ്പൊ ഗോൾഡോ സിൽവറോ ഒക്കെ കണക്കില്ലാതെ ഇന്ത്യയിലേക്ക് വരുന്നതിന് അത് കാരണമായിട്ടുണ്ട്. പക്ഷെ ആ ഗോൾഡോ സിൽവറോ ഒന്നും നമുക്ക് ഇവിടെ ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല.
കാരണം ആ സമയത്ത് ബ്രിട്ടീഷുകാർക്ക് അത്യാവശ്യം ചെലവുണ്ടായിരുന്നു. അവരപ്പോ അത് യുദ്ധങ്ങൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഗവൺമെന്റിന് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഈ പറയുന്നത് പോലെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ അവർ യൂസ് ചെയ്തതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഇന്ത്യയിലെ ധനമാണ് അല്ലെ ഇന്ത്യയുടെ ആ ഒരു സമ്പത്താണ് ചോർന്നു പോകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അതിനെ ചോർച്ചാ സിദ്ധാന്തം ഇത് കൊണ്ടുവന്നത് ദാദാഭായ് നവറോജിയാണ്. ഈ ഒരു കോൺസെപ്റ്റിനെ കുറിച്ചിട്ട് പറയുന്നത് ദാദാഭായ് നവറോജിയാണ്. അപ്പൊ ആ ഫോറിൻ ട്രേഡുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ ഗോൾഡോ സിൽവറോ ഒക്കെ ഇന്ത്യക്ക് കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്, പക്ഷെ ഇന്ത്യയിലേക്ക് കിട്ടിയിട്ടില്ല, ഇന്ത്യക്ക് കിട്ടിയില്ല, ഇന്ത്യക്ക് അത് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഓക്കെ ഓക്കെ, അതാണ് 7th ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് കുറച്ച് 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാനുള്ളത്. അപ്പോ അതിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ പറയുന്ന 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ക്ലിയർ ആണെന്ന് 3 മാർക്ക് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എല്ലാ പോർഷനും അഡ്രസ് ചെയ്ത് ആൻസർ എഴുതിയാൽ മതിയാവും. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഭയങ്കര പാടൊന്നുമില്ല കേട്ടോ. ഓക്കെ, അങ്ങനാണെങ്കിൽ നമുക്ക് 5 മാർക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അപ്പൊ ഇതൊരു മാച്ച് ദ ഫോളോയിങ് ആണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ് ചെയ്ത് ഈ ഒരു ആൻസർ ഒന്ന് ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ ഞാനിവിടെ ആൻസർ അങ്ങ് പറയാണ്. അപ്പൊ മാച്ച് ചെയ്യാനാണ്. ക്യാഷ് ക്രോപ്പ് അല്ലെ, നമ്മൾ കൊമേഴ്സ്യലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ക്യാഷ് ക്രോപ്പ് എന്ന് പറയുന്ന ടേം പഠിക്കുന്നത്. ഇപ്പം ഇൻഡിഗോ അല്ലെങ്കിൽ കോട്ടൺ, ജൂട്ട് ഇങ്ങനത്തുള്ള സാധനങ്ങളെയൊക്കെ നമുക്ക് കൊമേഴ്ഷ്യൽ ക്രോപ്പ് അല്ലെങ്കിൽ ക്യാഷ് ക്രോപ്പ് എന്ന് പറയാം. അപ്പൊ ക്യാഷ് ക്രോപ്പ് നാണ്യവിളകളാണ് ഇൻഡിഗോ, നീല, അതായത് നമ്മൾ ഈ ഡൈ ഒക്കെ ഉണ്ടാക്കാൻ, നീല കളർ ഡൈ ഒക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന ഒരു സാധനമാണ് ഇൻഡിഗോ. ഇപ്പൊ അതങ്ങനെ യൂസ് ചെയ്യാറില്ല, ഇപ്പൊ നമുക്ക് അങ്ങനെ അതിന്റെ ആവശ്യമില്ലല്ലോ, കളറുകളൊക്കെ അല്ലാതെ തന്നെ അവൈലബിൾ ആണ്. VKRV റാവു, ദാദാഭായ് നവറോജി, ഫിൻലെ ഷിറാസ്, വില്യം ഡിഗ്ബി, ഈ പേര് ഏത് തന്നാലും RC ദേശായി ഇത്രയും തന്നു കഴിഞ്ഞാൽ നാഷണൽ ഇൻകം എസ്റ്റിമേറ്റുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണെന്ന് ഓർത്തു വെച്ചിരിക്കുക. ഇത് രണ്ട് നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്ന കാര്യമാണ്. എന്നാൽ ജംഷഡ്ജി ടാറ്റയുടെ കാര്യം നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നില്ല. പക്ഷെ നിങ്ങൾ ഓർത്തിരിക്കുക, ടിസ്കോയുടെ ഫുൾ ഫോം അറിയാലോ, ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എന്നല്ലേ. അപ്പൊ ജംഷഡ്ജി ടാറ്റയുടെ ആണ് ടിസ്കോ, അല്ലെങ്കിൽ അദ്ദേഹമാണ് ടിസ്കോ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് മുൻകൈ എടുക്കുന്നത് കേട്ടോ. അപ്പൊ അത് ഒന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഒരെണ്ണേ ഉള്ളൂ, സെമിൻദാരി സിസ്റ്റം എന്ന് പറയുന്നത് ലാൻഡ് സെറ്റിൽമെന്റ് ആണ്. ഇതിന്റെ ആൻസർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കാം. ഓക്കെ, ഇപ്പൊ ക്യാഷ് ക്രോപ്പ് ഇൻഡിഗോ ആണ് വരുന്നത്. VKRV റാവു നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് ആണ്. ജംഷഡ്ജി ടാറ്റ ടിസ്കോ ആണ് വരുന്നത്. സെമിൻദാരി സിസ്റ്റം ലാൻഡ് സെറ്റിൽമെന്റ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സെമിൻദാരി സിസ്റ്റം എന്താണെന്നറിയാലോ, കർഷകര് സെമീൻദാർസിന് ടാക്സ് കളക്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ ഇടനിലക്കാരനായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെയും കർഷകന്റെ ഇടയിൽ നിൽക്കുന്ന ആളെയാണ് നമ്മൾ സെമീൻദാർസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. 5 മാർക്ക് ക്വസ്റ്റ്യനിലെ സെക്കൻഡ് നോക്കിക്കേ. ദ ബ്രിട്ടീഷ് റൂൾ മെയ്ഡ് സർട്ടൻ പോസിറ്റീവ് കോൺട്രിബ്യൂഷൻസ്, ഡു യു എഗ്രി, സബ്സ്റ്റാൻഷിയേറ്റ് യുവർ ആൻസർ. അപ്പം നമുക്കറിയാം ബ്രിട്ടീഷുകാർ ചെയ്ത പല കാര്യങ്ങളും ഗുണവും ദോഷവും അല്ലെ, നമുക്ക് രണ്ടും പറയാം, ഗുണവും ദോഷവും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഈ പറയുന്ന ഗുണം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഇവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ബ്രിട്ടീഷ് ഗവൺമെന്റ് നമുക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല, ഇന്ത്യൻ എക്കോണമിക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ബ്രിട്ടീഷുകാർ ചെയ്ത പല കാര്യങ്ങളും പിന്നീട് ഇന്ത്യൻ എക്കണോമിക്ക് ഗുണമായിട്ട് വന്നു. ഇല്ലെ, ഊർവശി ശാപം ഉപകാരമായി എന്നൊക്കെ പറയുന്നത് പോലെ അല്ലെ. അതായത് ഒരു നല്ലതിന് വേണ്ടിയിട്ടോ ചീത്തയ്ക്ക് വേണ്ടിയിട്ടോ ചെയ്തതൊക്കെ പിന്നീട് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഭാവിയിൽ ഉണ്ടാക്കി എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഇന്ത്യൻ എക്കോണമിക്ക് ഡയറക്ട്ലി എന്തെങ്കിലും ഉപകാരം ചെയ്തോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ അവർ ചെയ്ത പല കാര്യങ്ങളും ഫർദർ പിന്നീട് ഫ്യൂച്ചറിലേക്ക് പോയപ്പോ അത് നമ്മുടെ ഇന്ത്യക്ക് ഗുണകരമായിട്ട് വന്നു. അപ്പൊ അതെന്തൊക്കെയാണ് നിങ്ങൾക്ക് തന്നെ പറയാം. റെയിൽവേ, കമ്മ്യൂണിക്കേഷൻ അല്ലെ, നമ്മൾ ഇന്ന് പോകുന്ന ട്രെയിൻ പാളങ്ങളൊക്കെ പോലും പലതും അതിനകത്ത് ഇന്ത്യയിൽ അന്ന് ബ്രിട്ടീഷുകാരുടെ ടൈമിലൊക്കെ ഇട്ടതുണ്ട്. ഇപ്പൊ റെയിൽവേസും കമ്മ്യൂണിക്കേഷനും പറയാം. പിന്നെ നമ്മുടെ രാജ്യത്തിനകത്ത് ഒരു ഒരു ഏകീകരണം വന്നു എന്നുള്ള കാര്യം, അതൊക്കെ നിങ്ങളുടെ കൈനിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ ബാങ്കിങ് പോലത്തുള്ള സംഭവങ്ങള്, അതുപോലെ നല്ല ശാന്തതയും സമാധാനവും ഒക്കെ വന്നു എന്നുള്ള കാര്യം പറയാം. പിന്നെ ഈ പറയുന്ന പോലെ എഡ്യൂക്കേഷന്റെ കാര്യം പറയാം അല്ലെ, കോടതികളുടെ കാര്യം പറയാം. അപ്പൊ ഇതൊന്നും നമ്മുടെ ടെക്സ്റ്റിൽ ഡയറക്ട്ലി പറയുന്നില്ലെങ്കിൽ പോലും ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാം. നമ്മുടെ ടെക്സ്റ്റ് ബേസ്ഡ് പറയുവാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഈ ഒരു പോയിന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഫസ്റ്റ് പോയിന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, റെയിൽവേയും കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് തന്നെ ടെലിഗ്രാഫ് അങ്ങനത്തെ ഉള്ള സംഭവങ്ങൾ, ഇൻലാൻഡ് വാട്ടർ വേകളൊക്കെ അത് അത്ര സക്സസ്ഫുൾ ആയില്ലെങ്കിലും അതൊക്കെ പിന്നീട് ഇന്ത്യയിൽ ഡെവലപ്പ് ആയി വരാൻ കാരണമായത് ഈ ഒരു തുടക്കമാണെന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ഓക്കെ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്.
ഇന്ത്യയുടെ അഗ്രികൾച്ചർ സെക്ടർ എന്ന് പറഞ്ഞാൽ കൊളോണിയൽ പീരീഡിൽ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. അത് സ്റ്റാഗ്നന്റ് ആയിരുന്നു, അല്ലെ, നിശ്ചലാവസ്ഥയിലായിരുന്നു. അപ്പൊ നിങ്ങൾ അതിനോട് എഗ്രി ചെയ്യുന്നോ? എഗ്രി ചെയ്യുന്നെങ്കിൽ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുക. അത് ബ്രീഫായിട്ട് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ തീർച്ചയായിട്ടും നമ്മൾ ഇതുമായിട്ട് യോജിക്കുന്നുണ്ട്, അല്ലെ? യെസ്, ഇന്ത്യസ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത് സ്റ്റാഗ്നന്റ് തന്നെയായിരുന്നു. അപ്പൊ അതിന്റെ കാരണങ്ങളൊക്കെ നമുക്കറിയാം. ഫസ്റ്റ് ഓഫ് ഓൾ ലാൻഡ് സെറ്റിൽമെന്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഇന്ത്യക്കാരുടെ ആ ഒരു അഗ്രികൾച്ചർ ബെറ്റർ ആക്കാൻ വേണ്ടി ഒന്നും ആര് ചെയ്തിട്ടില്ല? ബ്രിട്ടീഷ് ഗവൺമെന്റ് ചെയ്തിട്ടില്ല. പകരം അവർ മാക്സിമം ഈ സെമീൻദാർസിനെ ഒക്കെ വിട്ട് ടാക്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്, അല്ലെ? അതായത് ബ്രിട്ടീഷുകാർക്ക് ഈ പറയുന്ന കർഷകരുടെ അവസ്ഥ അറിയണ്ട, അവര് സെമീൻദാർസിനെ വിട്ട് അവർക്ക് ടാക്സ് കറക്റ്റ് ആയിട്ട് കിട്ടിയാൽ മതി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു. അപ്പൊ അതൊക്കെ നമുക്ക് പറയാം. പെർമനന്റ് സെറ്റിൽമെന്റ് സിസ്റ്റം പോലത്തെ ഉള്ള ഒരുപാട് രീതികൾ സെമീൻദാരി സിസ്റ്റം ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന നമ്മുടെ ഇന്ത്യയിലെ അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി കൂടുതലായിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല. അതായത് ടെക്നോളജി ഒന്നും കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ എന്താണ്, ഇറിഗേഷണൽ ഫെസിലിറ്റീസ്, അല്ലെ, പമ്പ്, വാട്ടർ, അതായത് വാട്ടർ കൃത്യമായിട്ട് കിട്ടുന്ന രീതിയിലുള്ള ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ഭയങ്കര കുറവാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന സംഭവമൊക്കെ ഭയങ്കര കുറവായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അതൊക്കെ ജസ്റ്റ് ഇവിടെ ഒന്ന് മെൻഷൻ ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 4. അവർ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ റിസീവ്ഡ് എ സെറ്റ് ബാക്ക് ഡ്യൂ ടു ദ പാർട്ടീഷൻ ഓഫ് ദ കൺട്രി, ഡു യു എഗ്രി? ഇത് നമ്മുടെ ടെക്സ്റ്റിൽ ഡയറക്ട്ലി മെൻഷൻ ചെയ്യാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. എങ്കിൽ പോലും ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാണ്. നമ്മുടെ ഇന്ത്യ 1947 രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെ? ഇത് നമ്മുടെ ഇന്ത്യ ആയിരുന്നു നേരത്തെ. ഇന്ത്യയും പാകിസ്ഥാനും എല്ലാം ഒരൊറ്റ കൺട്രി ആയിട്ട് കിടന്നതാണ് ഈ ഒരു ഭാഗത്ത്. പക്ഷെ പിന്നീട് നമ്മൾ ഇത് പാർട്ടീഷൻ ചെയ്തത് ഈ ഒരു ഭാഗം പാകിസ്ഥാനും ആൻഡ് ഫർദർ ഇത്രയും ഭാഗം നമ്മൾ ഇന്ത്യ എന്നുള്ള രീതിക്കും പിന്നെയും ഒരുപാട് കാര്യങ്ങളൊക്കെ നടന്നിട്ടാണ് പിന്നെ ഇന്ത്യ പല 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 പ്രദേശങ്ങളായിട്ട് കിടന്ന ഇന്ത്യയെല്ലാം നമ്മൾ യൂണിഫിക്കേഷൻ ചെയ്ത് എടുക്കുന്നത്. എങ്കിൽ പോലും ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറയുന്ന രണ്ട് രാജ്യങ്ങൾ ഉണ്ടാവുന്നു. അപ്പൊ ഈ ഇന്ത്യയുടെ പല ഫെർട്ടൈൽ ആയിട്ടുള്ള, അതായത് നല്ല കൃഷിയൊക്കെ നടന്നുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ നല്ല വെള്ളമൊക്കെ കിട്ടി അങ്ങനെ നല്ല കാര്യമായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരുന്ന പല സ്ഥലങ്ങളും ഈ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോകാൻ ഈ പാർട്ടീഷൻ കാരണമായി എന്നുള്ള കാര്യം നിങ്ങൾ വെറുതെ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അതായത് അങ്ങനെ നമ്മുടെ ഇന്ത്യയുടെ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കുറയുകയാണ്. അതായത് നമ്മുടെ കൃഷി അത് നല്ല രീതിക്ക് തന്നെ മോശമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. അതായത് നമ്മുടെ ഇന്ത്യയിൽ ഓൾറെഡി ഉണ്ടായിരുന്ന പല നല്ല അഗ്രികൾച്ചറൽ ലാൻഡും ഈ ഒരു പാർട്ടീഷന് ശേഷം പാകിസ്ഥാനിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, അതായത് പല സ്ഥലങ്ങളും അങ്ങനെ പോകുന്നുണ്ട്. ഇപ്പം ജൂട്ടൊക്കെ കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ബംഗ്ലാദേശിലെ പല സ്ഥലങ്ങളും, നമ്മൾ ബംഗാളിലെ സ്ഥലങ്ങളുടെ കാര്യം പറഞ്ഞില്ലേ, അതൊക്കെ ഈ പറയുന്ന ഈസ്റ്റ് പാകിസ്ഥാൻ. അപ്പൊ ഇവിടെ ഈസ്റ്റ് പാകിസ്ഥാൻ ഉണ്ടായിരുന്നു, അതിന്റെ ഭാഗമാണ് നമ്മുടെ ബംഗാളൊക്കെ, അതുപോലെ ബംഗ്ലാദേശൊക്കെ. അതുപോലെ ഇവിടെ നമുക്ക് വെസ്റ്റ് പാകിസ്ഥാനുമായിരുന്നു ഉണ്ടായിരുന്നത്, അതായത് ഇന്ത്യയുടെ കിഴക്കും പടിഞ്ഞാറുമായിട്ട് കിടക്കുന്നത്, അല്ലെ? ഇപ്പൊ ഈസ്റ്റ് പാകിസ്ഥാന്റെ ഈ ഒരു ഏരിയയിൽ ഉണ്ടായിരുന്ന നമ്മുടെ ജൂട്ടിന്റെ പല സ്ഥലങ്ങളും ഈസ്റ്റ് പാകിസ്ഥാനിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന പല പ്രദേശങ്ങളും എങ്ങോട്ടേക്ക് പോകുന്നു? വെസ്റ്റ് പാകിസ്ഥാനിലേക്കും പോകുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചാൽ ടെക്സ്റ്റിൽ ഒന്നും മെൻഷൻ ചെയ്യുന്നില്ല, എങ്കിലും ഓർത്തിരിക്കുക. ഓക്കെ, ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഒരു ലോജിക്ക് കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗിവൻ ബിലോ ആർ സർട്ടൺ ഐറ്റംസ് ഓഫ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഓഫ് ഇന്ത്യ ഡ്യൂറിംഗ് ബ്രിട്ടീഷ് പീരീഡ്. അപ്പൊ അതിനകത്ത് നിങ്ങൾ ക്ലാസിഫൈ ചെയ്യണം, എക്സ്പോർട്ട് ഏതൊക്കെയാണ്, ഇമ്പോർട്ട് ഏതൊക്കെയാണെന്ന് ക്ലാസിഫൈ ചെയ്യണം. ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ എന്തായാലും ഇവിടെ ഒന്ന് കാണിച്ചു തരാം. അപ്പൊ ഇവിടെ ഫസ്റ്റ് റോ സിൽക്ക്, അതായത് റോ സിൽക്ക് എന്ന് പറയുമ്പോൾ ഒരു റോ മെറ്റീരിയൽ ആണ്, അല്ലെ? ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം. ഈ റോ സിൽക്ക്, റോ കോട്ടൺ ഇതെന്നൊക്കെ പറയുന്നത് നമ്മൾ ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ടാണ് കൊടുക്കുന്നത്, അല്ലെ? ബ്രിട്ടനിലേക്ക് കൊടുക്കുന്ന സാധനങ്ങളാണ്, റോ മെറ്റീരിയൽസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത് നമുക്ക് എക്സ്പോർട്ടിൽ എഴുതാം. പിന്നെ കോട്ടൺ, അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ എന്താണ് കോട്ടൺ, പിന്നെ പിന്നെ എന്താ പറയാ, വൂള്, അല്ലെ? വൂള്, കമ്പിളിയൊക്കെ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതാണ്. ഷുഗർ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത്, ഇതൊക്കെ ടെക്സ്റ്റിൽ അതുപോലെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇൻഡിഗോ, ജൂട്ട്, ഇതൊക്കെ എന്താണ് അങ്ങോട്ട് കൊടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ തിരിച്ച് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന എന്തൊക്കെയാണ്? ഇതെല്ലാം ഈ സാധനങ്ങളെല്ലാം ഈ റോ മെറ്റീരിയൽസ് എല്ലാം കൊണ്ടുവന്ന് ബ്രിട്ടനിൽ ചെന്നിട്ട് അവിടുത്തെ മെഷീൻസിലിട്ട് ഫൈനൽ പ്രോഡക്ട്സ് ആക്കി ലാസ്റ്റ് നമ്മുടെ ഇന്ത്യയിലേക്ക് ഇതൊക്കെ ഇറക്കുമതി ചെയ്യും, അല്ലെ? അപ്പൊ നമുക്ക് സിൽക്കായിട്ട് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് മെഷീൻസ്, ചിലപ്പോൾ മെഷീൻസ് ഒക്കെ ഇറക്കുമതി ചെയ്യും. കാരണം നമ്മുടെ ഇന്ത്യയിൽ ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രി ഒന്നും ഇല്ലായിരുന്നല്ലോ. പിന്നെ കെമിക്കലുകൾ, അല്ലെ? പലതരം കെമിക്കലുകള്, അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള എണ്ണകള്, മെഡിസിൻസ്, അതുപോലെ വൂൾ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് കമ്പിളി
പുതപ്പായിട്ട് അല്ലേ മുകേഷ് പറയുന്നത് പോലെ കമ്പിളിപ്പുതപ്പ്, അപ്പൊ കമ്പിളിപ്പുതപ്പൊക്കെ ആയിട്ട് ഇങ്ങോട്ട് ഇമ്പോർട്ട് ആയി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പൊ ഇവിടെ ഞാനൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഞാൻ സർക്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇമ്പോർട്ട് ആവുന്ന സാധനങ്ങളൊക്കെ സർക്കിൾ ചെയ്തും അല്ലാത്തത് അല്ലാതെ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് വേണമെങ്കിൽ ഇവിടെ എന്താണ് മെഷീനറി, വൂളൻ ക്ലോത്ത്, സിൽക്ക്, കെമിക്കൽസ്, എഡിബിൾ ഓയിൽസ് ഇത്രയും നമുക്ക് എംപോർട്ട് ഇല്ലാത്ത പറയാം, ബാക്കിയെല്ലാം എക്സ്പോർട്ട് ആണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ റോ മെറ്റീരിയൽസിന്റെ സംബന്ധിച്ച് എന്ത് വന്നാലും നിങ്ങൾ ലോജിക് ഉപയോഗിക്കുക. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യയിൽ നിന്ന് സാധനങ്ങൾ റോ മെറ്റീരിയൽസ് അങ്ങോട്ടേക്ക് കൊടുക്കുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇൻഡിക്കേറ്റ് ദ ഡയറക്ഷൻ ഓഫ് ട്രേഡ് അറ്റ് ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ്. ഇൻഡിപെൻഡൻസിന്റെ സമയത്തെയാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ബ്രിട്ടീഷുകാരുടെ എന്താണ് പീരീഡില് കൊളോണിയൽ ഗവൺമെന്റ് എന്ന് പറയുന്നത്, ഈ ബ്രിട്ടീഷുകാരാണ് ഈ പറയുന്ന ഇന്ത്യയുടെ എല്ലാ വ്യാപാര കാര്യങ്ങളിലും മോണപ്പൊളി അല്ലെ, കുത്തക അവകാശം ഉണ്ടായിരുന്നെന്ന് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. എല്ലാ കാര്യങ്ങളും വേറെ ആരും ഇടപെടേണ്ട, ഞങ്ങളെല്ലാം നോക്കിക്കോളാം എന്നുള്ള രീതിക്ക് ബ്രിട്ടൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ ഫോറിൻ ട്രേഡ് എന്നൊക്കെ പറയുന്നത് ഇൻഡിപെൻഡൻസ് കിട്ടുന്ന സമയത്ത് ബ്രിട്ടനിലായിരുന്നു ഒതുങ്ങി നിന്നിട്ടുണ്ടായിരുന്നത്. അതായത് ചൈന, ശ്രീലങ്ക, ഇറാൻ പോലത്തുള്ള രാജ്യങ്ങൾ, പേർഷ്യ പോലത്തുള്ള രാജ്യങ്ങളിലൊന്നും അന്ന് എന്തുണ്ടായിരുന്നില്ല, ഈ ഫോറിൻ ട്രേഡ് ഇല്ലായിരുന്നു. അപ്പം ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് വളരെ ആക്റ്റീവായിട്ട് ഫോറിൻ ട്രേഡ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു രാജ്യമായിരുന്നു നമ്മുടെ ഇന്ത്യ. പക്ഷെ ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം അവർ കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യുന്നു, ഇന്ത്യയുടെ ട്രേഡ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യക്ക് വളരെ ചുരുങ്ങിയ രാജ്യങ്ങളുമായിട്ട് മാത്രമാണ്, കൂടുതലും ബ്രിട്ടനുമായിട്ടായിരുന്നു ഈ വ്യാപാര വാണിജ്യ ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഓക്കെ, അതാണ് 6th ക്വസ്റ്റ്യൻ. 7th ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഗിവ് ആൻ അക്കൗണ്ട് ഓഫ് ദി ഇക്കണോമിക് പോളിസീസ് പെർസ്യൂഡ് ബൈ ദ കൊളോണിയൽ ഗവൺമെന്റ് ഇൻ ഇന്ത്യ. ഓക്കെ, നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലെ. ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് റോ മെറ്റീരിയൽസ് അല്ലെ, സപ്ലയർ ഓഫ് റോ മെറ്റീരിയൽസ് എല്ലാം സപ്ലൈ ചെയ്യുന്ന ഒരു രാജ്യമാക്കി ഇന്ത്യയെ മാറ്റുക. അതുപോലെ തന്നെ ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ബ്രിട്ടനിൽ നിന്നും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുക, ഇതായിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമതായിട്ട് അഗ്രികൾച്ചർ സെക്ടറിൽ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി അല്ലെ, ആ ഒരു ഉത്പാദനക്ഷമത കുറയുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ ഇൻഡസ്ട്രികൾ ഉണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ ഇൻഡസ്ട്രികൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഉണ്ടായെങ്കിൽ പോലും ഉണ്ടായതും വിരലിലെണ്ണാവുന്ന മാത്രമായിരുന്നു. പിന്നെ എന്താണ് ഇന്ത്യയുടെ ആ ഒരു ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രി ഒക്കെ നശിച്ച് നാറാണക്കല്ല് എടുക്കുന്ന നമ്മൾ കണ്ടു. ഭയങ്കരമായിട്ടുള്ള അൺഎംപ്ലോയ്മെന്റും സംഭവങ്ങളും ഒക്കെ ഉണ്ടാവുന്നതായിട്ട് കണ്ടു. ഫോറിൻ ട്രേഡ് എന്ന് പറയുന്നത് കൂടുതലും ബ്രിട്ടനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരുന്നു എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നന്നായിട്ടൊന്ന് നോക്കിക്കോളാം. ഓക്കെ, ഇപ്പൊ റോ മെറ്റീരിയൽസിന്റെ കേസ് പറയാം നിങ്ങൾക്ക്, അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, ഒക്കുപേഷണൽ സ്ട്രക്ചർ വേണമെങ്കിൽ പറയാം, ഇൻഫ്രാസ്ട്രക്ചർ പറയാം. ഓക്കെ, ഇതെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം അവിടെ. ടെക്സ്റ്റിൽ ഇതുവരെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ ആ ഒരു ആൻസറിൽ കൊണ്ടുവരാനായിട്ട് പറ്റും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്, അറ്റൻഡ് ചെയ്തതാണ്. അപ്പൊ അതിന്റെ ജസ്റ്റിഫിക്കേഷൻ കൂടെ നിങ്ങളൊന്ന് സ്വന്തമായിട്ട് ചെയ്തു നോക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യനും കൂടെ ഒന്ന് ചെയ്യുക കേട്ടോ, സ്വന്തമായിട്ട് ചെയ്തു നോക്കുക. The stagnation in agriculture sector was caused mainly because of the various systems of land settlement that were introduced by the colonial government. അതിനകത്ത് നമ്മൾ ഒരുപാട് ലാൻഡ് സെറ്റിൽമെന്റിനെ കുറിച്ചൊന്നും പഠിച്ചില്ല. നമ്മൾ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു സെമീൻഡാരി സിസ്റ്റത്തെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ അതിനെ കുറിച്ചിട്ട് നിങ്ങളൊന്ന് ജസ്റ്റിഫൈ ചെയ്ത് അതിന്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള ആൻസർ എഴുതാനായിട്ട് ട്രൈ ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയത്. അതിന്റെ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. 1 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാനുള്ള പോസിബിലിറ്റി നല്ല കൂടുതലാണ്. സോ അതിനൊക്കെ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് നന്നായിട്ട് പഠിക്കാനായിട്ട് നോക്കുക. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത്. സോ അത്രയേ ഉള്ളൂ. നമുക്ക് സെക്കൻഡ് ചാപ്റ്ററുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. താങ്ക്സ് ലോട്ട്.